ഓണത്തിന് ഒരു ചേനപ്പായസമായാലോ? ഈ തിരുവോണനാളിൽ ചേനപ്പായസത്തിനൊപ്പം വ്യത്യസ്തമായ ചേന അടയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ ഹരിതലക്ഷ്മി കൃഷിക്കൂട്ടം. ഓണത്തിന് ഒരു ചേനപ്പായസമായാലോ? ഓണമുണ്ണാൻ ചേനത്തണ്ടും ചെറുപയറും മാത്രമല്ല, ഒരു ചേനപ്പായസം കൂടിയായാലോ? ഇങ്ങനെ വ്യത്യസ്തമായ ചേനപ്പായസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ ഹരിതലക്ഷ്മി കൃഷിക്കൂട്ടം. ഞങ്ങൾ ഹരിതലക്ഷ്മി കൃഷിക്കൂട്ടത്തിൻ്റെ അംഗങ്ങളാണ്. ഈ കൃഷിക്കൂട്ടം രൂപീകരിച്ചതിന് ശേഷം ചേനയിൽ നിന്നുള്ള ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണത്തിന് രുചികരമായ ചേനപ്പായസം തയ്യാറാക്കുന്ന രീതി നൂറുമേനി പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയാണ് ഹരിതലക്ഷ്മിയിലെ സമർത്ഥരായ സംരംഭക വനിതകൾ. ആദ്യമായിട്ട് നമ്മൾ 1 കിലോ ചേനയുടെ കണക്കാണ് പറയുന്നത്. ചേന വൃത്തിയായിട്ട് അരിഞ്ഞ് കഴുകി നമ്മൾ കുക്കറിൽ മൂടി വെച്ച് വേവിക്കരുത്, തുറന്നു വേണം വേവിക്കാൻ. അതിൽ കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന ചെറിയൊരു ചൊറിച്ചിലുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. ആ കെമിക്കൽ പോകണമെങ്കിൽ നമ്മൾ തുറന്നു വെച്ച് തന്നെ വേവിക്കണം. അങ്ങനെ വേവിച്ച ചേന നമ്മൾ ശർക്കരപ്പാനിയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് 100 ഗ്രാം ചവ്വരിയും കൂടെ ചേർത്ത് ഇളക്കി ഒരു പരുവാകുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. നമ്മൾ സാധാരണ പറയുന്ന പോലെ 2ാം പാൽ 1ാം പാൽ ആ ക്രമത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഈ ചേന അടപ്രഥമൻ തയ്യാറാക്കുന്നത്. കോവിഡ് കാലത്തെ പ്രതിസന്ധി മറികടക്കാൻ തുടങ്ങിയ ഈ ആശയം ഇന്ന് വിജയകരമായ സംരംഭമാക്കി മാറ്റിയിരിക്കുകയാണ് ഹരിതലക്ഷ്മിയിലെ വനിതാ കൂട്ടായ്മ. ഈ ചേനയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന ആശയം ഞങ്ങൾക്ക് കിട്ടിയത് കോവിഡ് കാലഘട്ടത്തിൽ ഒരു പ്രായമുള്ള ഒരു കൃഷിക്കാരൻ ഞങ്ങളെ സമീപിക്കുകയും ചേനയൊന്നും വിറ്റുപോകുന്നില്ല. ആ സമയത്ത് ശാസ്താ ക്ഷേത്രങ്ങളിൽ കഞ്ഞിസദ്യ ഒന്നും ഇല്ലാത്ത കാരണം പുള്ളിക്കാരൻ്റെ ചേനയെല്ലാം അവിടെ കെട്ടിക്കിടക്കുമായിരുന്നു. നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ട് ഇരുന്ന് ചിന്തിച്ച് ചേനയിൽ നിന്നുള്ള ഒരു പായസം ഉൽപ്പാദിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ചേനപ്പായസം ആദ്യമായിട്ട് കേൾക്കുന്നത് കേരള സ്കൂൾ യുവജനോത്സവം കാണാൻ പോയപ്പോൾ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ചേനപ്പായസം എന്ന് അവിടെ എല്ലാവരും പറയുന്നത് കേട്ടു. അങ്ങനെ ഞങ്ങൾ എങ്ങനെ തയ്യാറാക്കും എന്ന് അറിയത്തില്ലായിരുന്നു. അവസാനം ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ച് ചേനയിൽ നിന്നുള്ള പായസം തയ്യാറാക്കി വെച്ച് അത് സക്സസ് ആയി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. രുചികരമായ ചേനപ്പായസത്തിന് ഓഫീസുകളിലും മറ്റു മേളകളിലും നല്ല ഡിമാൻഡാണ്. ഇത് പാക്കറ്റുകളിലാക്കി വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഹരിതലക്ഷ്മി. ഇതിന് പൂർണ്ണ പിന്തുണയുമായി കൊല്ലം കൃഷിഭവനും ഒപ്പമുണ്ട്. കൃഷിവകുപ്പിന്റെ കേരളാഗ്രോ ബ്രാൻഡിങ്ങിലൂടെ കേരളാഗ്രോ ഔട്ട്ലെറ്റ് മുഖേന വിൽപ്പന നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷിഭവൻ അധികൃതർ. ഇതിനകത്ത് ചേന നല്ല കർഷകരുടെ കയ്യിൽ നിന്നും ചേന സംഭരിച്ച് അത് പ്രോസസ്സ് ചെയ്ത് അതിനകത്ത് കാൽസ്യം ഓക്സലേറ്റ് പൂർണ്ണമായി നീക്കം ചെയ്ത് അതിനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല നിലയിൽ, അതായത് നമ്മുടെ നാട്ടിലിപ്പം സുലഭമായി കിട്ടുന്നത് അരിയുടെയും മൈദയുടെയൊക്കെ അടയാണ്. അപ്പം ചേനകളിൽ നിന്ന് ഒരു ചൊറിച്ചിലുമൊക്കെ നീക്കം ചെയ്ത ഒരു അട ഹരിതലക്ഷ്മി കൃഷിക്കൂട്ടം ചേന അട പായസം എന്നുള്ള നിലയിൽ പുറത്തിറക്കുകയാണ്. അത് കർഷകർക്കും അതുപോലെ തന്നെ നല്ല ജൈവ രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല മറ്റ് ശാരീരികമായി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രകൃതി രമണീയമായ ഒരു അടയാണ് ഈ ചേന അട പുറത്തിറക്കുന്നതോടൊപ്പം നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നത്. സംസ്ഥാന കൃഷി വകുപ്പ് രൂപീകരിച്ചിട്ടുള്ള കേരള അഗ്രോ ഷോപ്പ് വഴി നമ്മൾ ഈ അട വിപണിയിൽ ഇറക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ ബ്രാൻഡ് ചെയ്ത് ഉടനെ തന്നെ കൃഷിക്കൂട്ടത്തിൻ്റെ കേരള അഗ്രോ ബ്രാൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ കേരള അഗ്രോ ഷോപ്പ് വഴി ഇത് വിപണിയിൽ എത്തിക്കുന്നതാണ്. ഓണത്തിനു മാത്രമല്ല, ഒട്ടധികം ആരോഗ്യഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമുള്ള ചേനയിൽ നിന്നുള്ള ചേനപ്പായസം വീട്ടമ്മമാരുൾപ്പെടെയുള്ള ചെറുകിട സംരംഭകർക്ക് വരുമാനദായകമാണ്. ഹരിതലക്ഷ്മിയുടെ മധുര വഴികളിലൂടെ നമുക്കും സഞ്ചരിക്കാം. ഫോൺ നമ്പർ 9895462314.